മോഷണ ശ്രമത്തിനിടെ കിണറ്റിൽ വീണ കള്ളൻ പിടിയിൽ. കോഴിക്കോട് കൊയിലാണ്ടി നന്ദിയിൽ കുഞ്ഞബ്ദുള്ളയുടെ കിണറ്റിലാണ് അസം സ്വദേശി അഗസ്റ്റിൻ ബിർള വീണത്. രാഹുൽ കെ വി വിവരങ്ങളുമായി. ആദ്യം നമുക്ക് ആ കള്ളന്റെ ദൃശ്യങ്ങൾ കാണാം. രാഹുൽ കെ വി വിവരങ്ങളുമായി. രാഹുൽ, തൂക്കിയെടുക്കുക തന്നെയാണ് ശരിക്കും ചെയ്തത്. എന്താണ് സംഭവം? ശ്രീജ, രാവിലെ വെള്ളം കോരാൻ നോക്കുന്ന സമയത്താണ് കിണറ്റിനകത്ത് ഇങ്ങനെ ഒരാൾ ഉണ്ട് എന്ന് വീട്ടുകാർ കാണുന്നത്. അതായത് കിണറിന് ഗ്രില്ല് മാറിക്കിടക്കുന്നത് കണ്ടു. ആദ്യമേ വീട്ടമ്മ വെള്ളം കോരാൻ ശ്രമിക്കുകയായിരുന്നു. ആ സമയത്ത് കരുതിയത് തേങ്ങ വീണതായിരിക്കുമെന്നാണ്. പക്ഷേ തൊട്ടിയിട്ട സമയത്താണ് ഇയാൾ മുകളിലേക്ക് നോക്കുകയും ചെയ്തത്. അപ്പോഴാണ് ഇതൊരു മനുഷ്യനാണെന്ന് തിരിച്ചറിഞ്ഞത്. അഗസ്റ്റിൻ ബിർള എന്നാണ് ഇയാളുടെ പേര്. മോഷണ ശ്രമത്തിനിടെ, അതായത് കുളിമുറിയിലൂടെ അകത്ത് കയറാൻ ശ്രമിക്കുന്നതിനിടെ കാല് തെറ്റി കിണറ്റിലേക്ക് വീണതാകാം എന്നാണ് കരുതുന്നത്. എന്തായാലും രാവിലെ 8 മണിയോടുകൂടി വീട്ടുകാർ ഫയർഫോഴ്സിനെ വിവരമറിയിക്കുകയാണ് ഉണ്ടായത്. തുടർന്ന് കൊയിലാണ്ടിയിൽ നിന്നുള്ള ഫയർഫോഴ്സ് എത്തിയാണ് ഈ അസം സ്വദേശി അഗസ്റ്റിൻ ബിർളയെ പുറത്തെടുക്കുകയും ചെയ്തിട്ടുള്ളത്. 22 അടി താഴ്ചയുള്ള കിണറാണ്. അത്യാവശ്യം വെള്ളവും ഉണ്ടായിരുന്നു. എന്തായാലും നിലവിൽ കരുതുന്നത് മോഷണ ശ്രമത്തിനിടെ വീണു എന്ന് തന്നെയാണ്. അയാൾക്കെതിരെ മറ്റ് മോഷണ കേസുകളോ അല്ലെങ്കിൽ സമീപത്ത് മറ്റെവിടെയെങ്കിലും കയറാനുള്ള ശ്രമം നടത്തിയിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. നിലവിൽ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലാണ് ഇയാളുള്ളത്. ഇതര സംസ്ഥാന തൊഴിലാളിയാണ്. തന്നെ വീട്ടുകാർ നിലവിൽ പരാതി നൽകിയിട്ടില്ല. പരാതി ലഭിക്കുന്നവർക്ക് കേസെടുക്കുമെന്ന് കൂടിയാണ് കൊയിലാണ്ടി പോലീസ് അറിയിക്കുന്നത്. ആശുപത്രിയിൽ നിന്ന് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കും, ചോദ്യം ചെയ്യും. മുൻപ് മോഷണ കേസിൽ ഉൾപ്പെട്ടതാണോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കുമെന്ന് കൂടി പോലീസ് ഏതായാലും നിലവിൽ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും വീട്ടിലേക്ക് കുളിമുറി വഴി അകത്തേക്ക് കയറാൻ ശ്രമിക്കുന്നതിനിടെ കാല് തെറ്റി കിണറ്റിൽ വീണു എന്നാണ് കരുതുന്നത്. വീട്ടുകാർ ആദ്യമേ കരുതിയത് തേങ്ങ കിണറ്റിൽ വീണതാണെന്നാണ്. പിന്നീടാണ് ഇതൊരു മനുഷ്യനാണെന്നും അസം സ്വദേശി അഗസ്റ്റിൻ ബിർള 26-കാരനാണെന്നും തിരിച്ചറിഞ്ഞിട്ടുള്ളത്. ആശുപത്രിയിൽ നിന്ന് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി കൂടുതൽ കാര്യങ്ങൾ പോലീസ് ചോദിച്ച് മനസ്സിലാക്കും.